ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പിന്നെ ചെമ്മീൻ മക്രൂണിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ടൈം മാനേജ് ചെയ്യാം, പിന്നെ ശീലിക്കേണ്ട കുറച്ച് ശീലങ്ങൾ, അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒന്ന് പുറത്തെല്ലാം പോയിട്ട് ഒന്ന് മൈൻഡിലൊന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ കിച്ചണിലേക്ക് വന്ന്. ഇപ്പോൾ രാവിലെ നല്ല തണുപ്പാണല്ലേ. അപ്പോൾ സുബഹി നിസ്കാരം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ ശേഷം കേട്ടോ ഞാൻ പിന്നെ കുറച്ച് നേരം ഞാൻ ഒന്ന് ഇരുന്ന ശേഷം റിലാക്സ് ആയ ശേഷം കേട്ടോ പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ വന്നപാടിന് ചായക്കുള്ള വെള്ളം വെക്കുന്നുണ്ട്. അപ്പം എപ്പം രാവിലെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്ത് കുടിച്ചാലാണോ എനർജി കിട്ടുക, അപ്പം അത് നമ്മൾ എപ്പോഴും കുടിച്ചിട്ട് തുടങ്ങുക. അപ്പോൾ എനിക്ക് ചായ കുടിച്ചാലാണ് ഒരു എനർജി കിട്ടൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചായക്ക് ഉള്ള വെള്ളം വെച്ചിട്ട് ചായ കുടിച്ചിട്ട് ബാക്കി പണിയിലേക്ക് തുടങ്ങാമെന്ന് കരുതി. പിന്നെ ചോറിനുള്ള വെള്ളം കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചായ കുടിച്ചിട്ട് തന്നെ തുടങ്ങാം. അപ്പം ചായ കുടിക്കുമ്പോഴത്തേക്കും നമ്മളെ ചോറ് അവിടെ ആയിക്കോളും. പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റപ്പാട് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം കുക്കിംഗ് എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് അലക്കാനുള്ളത് പെട്ടെന്ന് വാഷിംഗ് മെഷീനിൽ ഇടും. അപ്പം നമ്മളെല്ലാ ജോലികളും കഴിയുമ്പോഴത്തേക്കും അതവിടെ റെഡി ആവും. പിന്നെ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം മാക്സിമം നമ്മൾ ശീലിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പാട് കുക്കിങ്ങും എല്ലാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് അലക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് അലക്കാൻ വേണ്ടിയിട്ട് ഇടാം. എന്നിട്ട് ബാക്കി പണിയിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം മോനിക്കുന്ന ലഞ്ചിന് സ്കൂളിൽ കൊണ്ടുപോകാനാണ് കേട്ടോ ചെമ്മീൻ മക്രോണി ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇനി ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് പത്തിൽ ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ പത്തിലെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോൾ മക്രോണിക്ക് വേണ്ട വെള്ളം ഒന്ന് തീമ വെച്ച ശേഷം പിന്നെ അതിലേക്ക് ഉപ്പും ഓയിൽ ഒഴിച്ചിട്ടാ. പിന്നെ ഇതാ വെള്ളം ഒന്ന് ചൂടായ ശേഷം പിന്നെ അതിലേക്ക് ഞാൻ മക്രോണി ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച്. അപ്പോൾ അതിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഞാനൊന്ന് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ രാവിലെ എന്ന് വെച്ചാൽ നമ്മൾ ജോലിൻ്റെ ഇടയിൽ ഫോണോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാണ്ട് പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഫോൺ നോക്കിയിരിക്കലേ ഉണ്ടാവും. ഒരു പണിയും നടക്കില്ല. എന്താ വെച്ചാൽ ടൈം പോവും, സമയം പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളെ ജോലി അങ്ങനെ ബാലൻസ് ആയിട്ട് ഉണ്ടാകും. അപ്പം നമുക്കതൊരു മടിയും പിന്നെ ക്ഷീണവും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കും. കാരണം നമുക്ക് ഇത് ജോലിയെല്ലാം ആലോചിക്കുമ്പോൾ തന്നെ ഒരുമാതിരി ഒരു നെഗറ്റീവ് എനർജി നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രാവിലെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലി ഫാസ്റ്റായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെ ഇടയിൽ ഒന്ന് മൊബൈൽ നോക്കാനോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും ചെയ്യാണ്ട് നമ്മളെ ജോലി എന്താണോ അത് നമ്മൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ചെമ്മീൻ ഞാൻ ഒന്ന് മസാല പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാനതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. പിന്നെ എല്ലാ അമ്മമാരുടെയും ടെൻഷനായിരിക്കും അല്ലേ, കുട്ടികൾക്ക് പിറ്റേ ദിവസം എന്താ ലഞ്ചിന് കൊടുത്തു വിടാന്ന്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളും.
അങ്ങനെ മക്രോണിയെല്ലാം വേവിച്ച ശേഷം ഞാനന്ന് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് സവാളയും കൂടി ഇട്ട് പിന്നെ ഉള്ളി പെട്ടെന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മളെ ഉള്ളി ഒന്ന് വഴറ്റി വന്ന ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടി ഇടാം. അങ്ങനെ നമ്മളെ തക്കാളി നല്ല രീതിക്ക് ഉടഞ്ഞ് വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾ എന്തെങ്കിലും വെജിറ്റബിൾസ് കഴിക്കാത്ത വെജിറ്റബിൾസ് ആണെങ്കിൽ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ചായിട്ട് അവർക്ക് കൊടുത്താൽ പിന്നെ അവർക്ക് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ശീലമാവും. അപ്പോൾ അങ്ങനെ കുറച്ച് ഞാൻ ക്യാരറ്റും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിനും വേണ്ടിയിട്ട്. പിന്നെ അതൊന്ന് വഴന്ന് വന്ന ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ടൊമാറ്റോ സോസും കൂടി ഞാൻ അതിൽ ആഡാക്കി കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച ശേഷം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ അതിലേക്ക് അപ്പം ഞാൻ അതിലേക്ക് കുരുമുളകും പൊടിയും കൂടി ആഡാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിൽ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടാണ്, കാരണം കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് ഞാനത് പച്ചമുളക് സ്കിപ്പ് ചെയ്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ആഡാക്കാം. അതിനുശേഷം നേരത്തെ പൊരിച്ച് വെച്ച ചെമ്മീനും കൂടി ഞാൻ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ മക്രോണിക്ക് വേണ്ട മസാലയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വേവിച്ച് വെച്ച മക്രോണി ഞാൻ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഇടുമ്പോൾ നമുക്കത് ഇളക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ഞാനങ്ങനെ കുറച്ചിട്ടിട്ട് അതും ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് വേണ്ട കറികൾക്ക് വേണ്ട കാര്യങ്ങളും കൂടി ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഓറഞ്ച് പരിപ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് പരിപ്പ് കറി കേട്ടോ അറിയില്ല, നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അതിന് വേണ്ട സാധനങ്ങളും കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതും കൂടി ഇട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ മത്തിയും കൂടി ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചത്തേക്ക് വേണ്ട വറവിൻ്റെ കാര്യങ്ങളും കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കാബേജ് വറവാണ് കേട്ടോ ഇന്ന് ഉച്ചത്തേക്ക്. അപ്പോൾ അതും കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
അപ്പോൾ പരിപ്പ് കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആവി പോകുന്നത് വരെ അപ്പോഴത്തേക്ക് പാത്രമെല്ലാം കഴുകാനുണ്ടായിനി. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് കഴുകിയെടുക്കാമെന്ന് കരുതി. പിന്നെ നമ്മൾ തലേന്ന് ഒരു പ്ലാനിങ് വേണം. പിറ്റേ ദിവസം നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം എല്ലാം ഈസി ആയിരിക്കും. ചെയ്യാൻ ഉള്ള കാര്യങ്ങളെല്ലാം ഒരു ടൈം ആയിട്ട് നമ്മൾ ഒരു ടൈം മാനേജ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുമ്പം അത് പെട്ടെന്ന് അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയ ശേഷം പിന്നെ ഞാൻ ചട്ടിയിൽ ഒന്ന് കടുകിട്ട് വറക്കണം പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കടുകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം പിന്നെ ഞാൻ അതിലേക്ക് പരിപ്പ് കറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കറി ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഈ ഒരു കറി മാത്രം മതി ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലത്തെ ഇന്നത്തെ കുക്കിംഗ് പരിപാടിയെല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ ബാക്കിയുള്ളത്. അപ്പോൾ ഞാൻ ഇനി അടിക്കണം. ഇനി വീട് മൊത്തം അടിച്ചു വാരണം. അങ്ങനെ എല്ലായിടവും ഞാൻ അടിച്ചു വാരുന്നുണ്ട്. അങ്ങനെ കിച്ചണും കൂടി ഞാൻ അടിച്ച് തുടച്ചിടുന്നുണ്ട്. അപ്പോൾ കിച്ചൺ ഞാൻ ഡെയിലി തുടച്ചിടും. പിന്നെ അങ്ങനെ അടിക്കലും തുടക്കലെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റ പാടന്നെ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടത് കൊണ്ട് ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ക്ലീനിങ്ങും കുക്കിങ്ങും കഴിയുമ്പോഴത്തേക്കും അത് അവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ആർത്തിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.